Good morning, dear students. So, we graphs of transform function in the portion vertical stretching and compressing in the portion. So, g of x equal to c times f of x. എന്ന് പറഞ്ഞ് നമ്മളൊരു ഫംഗ്ഷനെ ട്രാൻസ്ഫോം ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഗ്രാഫിന് എന്ത് സംഭവിക്കും എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. ഇവിടെ രണ്ട് കേസസ് ഉണ്ട്. ഫസ്റ്റ് കേസ് ഈസ് 0 ലെസ് ദാൻ c ലെസ് ദാൻ 1 ആൻഡ് ദ സെക്കൻഡ് കേസ് ഈസ് c ഗ്രേറ്റർ ദാൻ 1. ഇത്തരത്തിൽ രണ്ട് കേസിലാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. സോ first of all, this g of x equal to c into f of x is the equation for vertical stretching and compressing. It is based on whether c is greater than 1 or 0 less than c less than 1. So let's see which one is stretching and which one is compressing. So whenever 0 less than c less than 1, the graph of the function f of x, so the graph of the function f of x get compressed by a factor of 1 by c. So g of x equal to c into f of x എന്ന് പറഞ്ഞ് നമ്മളൊരു ഫംഗ്ഷനെ ട്രാൻസ്ഫോം ചെയ്യുമ്പോൾ ആ c 0യുടെയും 1ൻ്റെയും ഇടയിലുള്ള c ആണ് എന്നുണ്ടെങ്കിൽ ഗ്രാഫിന് സംഭവിക്കുന്ന വ്യത്യാസം എന്തായിരിക്കും? ഗ്രാഫ് ഗെറ്റ് കംപ്രസ്ഡ് ബൈ എ ഫാക്ടർ ഓഫ് 1 by c. ഓക്കെ, ആൻഡ് ഇഫ് ദ c is greater than 1, then the graph get stretched by a factor of c. So നമ്മൾ ഗ്രാഫിക്കലി നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ സപ്പോസ് വി ഹാവ് എ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ്. ഓക്കെ, എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ഉണ്ട്. സോ നമ്മൾ ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞ പുതിയൊരു ട്രാൻസ്ഫോംഡ് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നു. സച്ച് ദാറ്റ് ജി ഓഫ് എക്സ് ഈക്വൽ ടു സി ടൈംസ് എഫ് ഓഫ് എക്സ്. അങ്ങനെയാണെങ്കിൽ സി ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ the graph gets stretched like this, and if c is between 0 and 1, it gets compressed by a factor of 1 by c. So this is the graph of c into f of x, and when c is greater than 1, here it is 0 less than c less than 1. So this is our original graph, this one. So in the first case, when c greater than 1, it gets stretched by a factor of c. But in the second case, when c is between 0 and 1, it gets compressed by a factor of 1 by c. So I hope this is clear for you all. Now the next one is horizontal stretching and compressing. So horizontal. നമ്മൾ ട്രാൻസ്ലേഷനിൽ കണ്ട പോലെ തന്നെ ഇവിടെയും ഹൊറിസോണ്ടൽ കേസ് വരുമ്പോൾ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നത് എക്സിന് പ്ലേസിൽ നമ്മൾ സി എക്സ് കൊടുക്കുന്നു. ഓക്കെ, സോ ജി ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് സി എക്സ്. സോ ഒരു ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞ ഒരു ഫംഗ്ഷൻ ജി എന്ന് പറഞ്ഞാൽ, അതായത് എഫ് ഓഫ് സി എക്സ് എന്ന് പറഞ്ഞ പുതിയൊരു ഫംഗ്ഷനായി മാറുമ്പോൾ അതിൽ ഗ്രാഫിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് ആണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. സോ ഇവിടെയും നമുക്ക് എന്ത് കിട്ടും? സ്ട്രെച്ചിങ്ങും കംപ്രസിങ്ങും കിട്ടും. പക്ഷേ നേരത്തെ കേസിൽ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഇവിടെ വരുന്നത്. ദാറ്റ് ഈസ് ഹിയർ വെൻ 0 ലെസ് ദാൻ c ലെസ് ദാൻ 1, ദ ഗ്രാഫ് ഗെറ്റ്സ് സ്ട്രെച്ച്ഡ് ബൈ എ ഫാക്ടർ 1 by c, and when c is greater than 1, the graph get compressed by a factor of c. ഇങ്ങനെയാണ് ഇത് വരുന്നത്. സോ ഇതിൻ്റെ ഗ്രാഫ് വരിക, സപ്പോസ് വി ഹാവ് എ ഫംഗ്ഷൻ ലൈക്ക് ദിസ്. സോ വെൻ c is greater than 1, g of x equal to f of cx എന്നുള്ളതിൻ്റെ ഗ്രാഫ് എങ്ങനെ വരും? c greater than 1 ആവുമ്പോൾ compressed ആവുകയാണ് ചെയ്യുന്നത്. സോ it will come like this, and when 0 less than c less than 1, it will be stretched by a factor of 1 by c. So this is also f of cx when 0 less than
സി ലെസ് ദാൻ 1. സോ ഇവിടെ നമ്മൾ രണ്ട് ടൈപ്പ് സ്ട്രെച്ചിങ് ആൻഡ് കംപ്രസിങ് പഠിച്ചു. ഹൊറിസോണ്ടൽ സ്ട്രെച്ചിങ് ആൻഡ് കംപ്രസിങ് ആൻഡ് വെർട്ടിക്കൽ സ്ട്രെച്ചിങ് ആൻഡ് കംപ്രസിങ്. സോ ഹൊറിസോണ്ടലിൽ നമ്മൾ കണ്ടു ജി ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് സി എക്സ് ആണ്. വെർട്ടിക്കലിൽ എങ്ങനെയായിരുന്നു? ജി ഓഫ് എക്സ് ഈക്വൽ ടു സി ടൈംസ് എഫ് ഓഫ് എക്സ് ആയിരുന്നു. സോ ഇവിടെ രണ്ട് കേസിലും സിയുടെ വാല്യൂ നമ്മൾ 0യുടെയും 1ൻ്റെയും ഇടയിലായിട്ടും സി ഗ്രേറ്റർ ദാൻ 1 ആയിട്ടും രണ്ട് സെപ്പറേറ്റ് കേസസ് എടുക്കുന്നുണ്ട്. സോ ഈച്ച് കേസിൽ സ്ട്രെച്ചിങ്ങും കംപ്രസിങ്ങും റെസ്പെക്റ്റീവ്ലി വരുന്നുണ്ട്. സി 0 ലെസ് ദാൻ സി ലെസ് ദാൻ 1 ആകുമ്പോൾ ഹൊറിസോണ്ടൽ കേസിൽ സ്ട്രെച്ച്ഡ് ബൈ എ ഫാക്ടർ ഓഫ് 1/c ആൻഡ് സി ഗ്രേറ്റർ ദാൻ 1 ആകുമ്പോൾ കംപ്രസ്ഡ് ബൈ എ ഫാക്ടർ ഓഫ് സി ആണ് വരുന്നത് എങ്കിൽ വെർട്ടിക്കൽ കേസിൽ ഇത് നേരെ തിരിച്ചാണ് വരുന്നത്. അവിടെ സി ഗ്രേറ്റർ ദാൻ 1 കേസിലാണ് സ്ട്രെച്ച് ചെയ്യപ്പെടുന്നത് ആൻഡ് ബിറ്റ്വീൻ 0 ആൻഡ് 1 ആവുന്ന കേസിലാണ് അവിടെ എന്ത് വരുന്നത്? സി ഗ്രേറ്റർ ദാൻ 1 വരുന്ന കേസിൽ അവിടെ സ്ട്രെച്ച് ചെയ്യപ്പെടുന്നു. ഓക്കെ, നൗ നമുക്ക് നെക്സ്റ്റ് ഒരു ട്രാൻസ്ഫോർമേഷൻ കൂടെ പഠിക്കാനുണ്ട്. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ് റിഫ്ലക്ഷൻ. റിഫ്ലക്ഷൻ. സോ ഈ റിഫ്ലക്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ നമ്മൾ ചെയ്യുമ്പോൾ ഗ്രാഫിന് എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതാണ്. സോ ഇവിടെ ഫംഗ്ഷൻ വരുന്നത് ജി ഓഫ് എക്സ് ഈക്വൽ ടു മൈനസ് എഫ് ഓഫ് എക്സ്. സോ ഇതൊരു റിഫ്ലക്ഷൻ ആണ്. സോ ഇവിടെ ദ ഗ്രാഫ് ഓഫ് ദ ഫംഗ്ഷൻ ഡിഫൈൻഡ് ബൈ ജി ഓഫ് എക്സ് ഈക്വൽ ടു മൈനസ് എഫ് ഓഫ് എക്സ് വിച്ച് ഈസ് ഒബ്റ്റെയിൻഡ് ബൈ റിഫ്ലക്റ്റിംഗ് ദ ഗ്രാഫ് ഓഫ് എഫ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ആക്സിസ്. അതായത് നമുക്ക് സപ്പോസ് ഒരു ഗ്രാഫ് ഉണ്ടെന്ന് വിചാരിക്കാം, like this. So this graph is reflected with respect to x-axis. So g of x equal to minus f of x എന്ന് പറയുമ്പോൾ the graph of the function is reflected with respect to x-axis. So next type എന്തായിരിക്കും? g of x equal to f of minus x. So in this case the graph of function g of x equal to f of minus x is obtained by reflecting the graph of f with respect to y-axis. For example, suppose we have a graph like this. Then the same graph is reflected with respect to y-axis. അതായത് ഫസ്റ്റ് കേസിൽ നമ്മൾ എക്സ് ആക്സിസിൽ ഒരു മിറർ വെക്കുകയാണെങ്കിൽ അതിൻ്റെ ഇമേജ് വരുന്ന രീതിയിലായിരിക്കും ഗ്രാഫ് വരുന്നത്. എന്നാൽ സെക്കൻഡ് കേസിൽ വൈ ആക്സിസിൽ നമ്മളൊരു മിറർ വെച്ചാൽ അതെങ്ങനെ റിഫ്ലക്റ്റ് ആവും എന്നുള്ള രീതിയിലാണ് വരുന്നത്. സോ നമ്മളിപ്പോൾ ഗ്രാഫ് ഓഫ് ട്രാൻസ്ഫോംഡ് ഫംഗ്ഷൻ എന്നുള്ളതിൽ ട്രാൻസ്ലേഷൻസ് പഠിച്ചു. അതിൽ നമ്മൾ വെർട്ടിക്കൽ ട്രാൻസ്ലേഷനും ഹൊറിസോണ്ടൽ ട്രാൻസ്ലേഷനും പഠിച്ചു. അതിനുശേഷം വെർട്ടിക്കൽ സ്ട്രെച്ചിങ് ആൻഡ് കംപ്രസിങ്ങും ഹൊറിസോണ്ടൽ സ്ട്രെച്ചിങ് ആൻഡ് കംപ്രസിങ്ങും പഠിച്ചു. നൗ റിഫ്ലക്റ്റിംഗ് എന്ന് പറഞ്ഞ ആ ഒരു കോൺസെപ്റ്റ് നമ്മൾ പഠിച്ചു. സോ ഗ്രാഫ് ഓഫ് ട്രാൻസ്ഫോംഡ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞ പോർഷൻ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു.